ഹായ്, നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ വാട്സപ്പ് തന്നെ നമ്മളോട് പ്രധാനമായിട്ടും സെറ്റ് ചെയ്തു വെക്കാൻ വേണ്ടി പറയുന്ന സുരക്ഷാ കാരണങ്ങളാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട 3 സെറ്റിംഗ്സുകളുണ്ട്. അത് നമ്മൾ ആരും ചെയ്തു വെച്ചിട്ടില്ല. ചെയ്തു വെക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പണി വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, വാട്സപ്പ് തന്നെ നമ്മളോട് പറയുന്നതാണ്. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് സുരക്ഷാ കാരണങ്ങളെക്കാൾ നമ്മൾ നിർബന്ധമായി ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുൻപായിട്ടും നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ 2 ദിവസം കൂടുന്ന സമയത്ത് ഒന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറുക. വാട്സപ്പ് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ നോക്കുക. അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വാട്സപ്പിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സെക്യൂരിറ്റി നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. നമ്മൾ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അതായത് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ പ്രൈവസിയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഓപ്ഷൻ ഉണ്ട്, അഡ്വാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. 2-3 ഓപ്ഷൻസ് ഇനിയുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാം. ഈ അഡ്വാൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 സെറ്റിംഗ്സിലാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കുക. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് ആണ്. നമുക്ക് ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നമുക്ക് മെസ്സേജുകൾ വരുന്നത് നമുക്ക് ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് വാട്സപ്പ് പറഞ്ഞത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് ഓൺ ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊക്കെ നമുക്ക് കോളുകൾ വരുന്നതും അതേപോലെ തന്നെ ലിങ്കുകളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല വാട്സപ്പ് കോൾ ചെയ്യുന്നവരൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായിട്ടുള്ളത് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് നമുക്ക് പല ലിങ്കുകളും നമുക്ക് അയച്ചു തന്നിട്ട് അതുവഴി നമ്മൾ പല അനാവശ്യ സൈറ്റുകളിലേക്കൊക്കെ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും അയച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ, അതായത് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ലിങ്ക് മാത്രമേ അവർക്ക് പോവുള്ളൂ, അതിന്റെ കൂടെയുള്ള പ്രിവ്യൂ അല്ലെങ്കിൽ തംബ്നെയിൽ അവർക്ക് പോവില്ല. ആ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ബാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ നിർബന്ധമായും ചെയ്തു വെക്കേണ്ട കാര്യമാണ്. ചാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ചാറ്റ് ബാക്കപ്പ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ബാക്കപ്പ് കൊടുക്കാത്ത ആൾക്കാർ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും എന്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ്, മുൻപ് പോയിരിക്കുന്ന കുറെ ചാറ്റുകളുണ്ട്, അത് എനിക്ക് തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ പോയിട്ട് ചാറ്റ് ബാക്കപ്പ് കൊടുക്കണം. ഈ ചാറ്റ് ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ. ഈ ചാറ്റ് ബാക്കപ്പ് പോയി നിൽക്കുന്ന എവിടെയാണ്? നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലാണ് പോയി നിൽക്കുന്നത്. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പോലും ഇത് മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണെന്നാണ് വാട്സപ്പ് തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടി നമ്മൾ കൊടുക്കണം. എന്താണ് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, എങ്ങനെയാണ് കൊടുക്കുക? അതിനാണ് പറയുന്നത് ഏറ്റവും താഴെയുള്ള ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ പറയുന്നുണ്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയാം. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് പറയുന്നത് അതിവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഫോൺ നോക്കുക ഓഫ് ആണോ എന്നുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് ഓൺ ചെയ്ത് വെക്കുക. അതായത് ബാക്കപ്പ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും നിർബന്ധമായിട്ട് ബാക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയാൽ നിങ്ങൾക്ക് പണ്ടുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ മെസ്സേജ് കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് കൊടുക്കണം. ബാക്കപ്പ് കൊടുത്താൽ മാത്രം പോരാ. ഇവിടെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്താക്കുക, അത് ഓൺ ആക്കുക. ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ബാക്കപ്പ് കാര്യങ്ങളെല്ലാം ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമതായിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നത്, നിങ്ങൾക്കൊരു പാസ് കീ അല്ലെങ്കിൽ പാസ്വേഡ് എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കല്ലാതെ ഒരാൾക്ക് പോലും കാണാൻ സാധിക്കില്ല. ഈവൻ വാട്സപ്പിനോ ഗൂഗിളിനോ വരെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രിയേറ്റ് പാസ് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ആ ക്രിയേറ്റ് പാസ് കീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അവിടെ വെച്ച് നമ്മളൊരു പാസ്വേഡ് വെക്കുക. അതിനുശേഷം ആ പാസ്വേഡ് നിങ്ങൾ ഡയറിയിൽ ഒന്ന് എഴുതി വെക്കുന്നതും വളരെ